കേരള വിഷന് സക്സസ് പാത്തുമായിട്ട് നമ്മുടെ ടീം ഇന്ന് വന്നിരിക്കുന്നത് നവലോക് അക്കാദമി ലോജിസ്റ്റിക്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലാണ്. ഇവിടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപർണ മാമിൻ്റെയും സലീഷ് ശർമ്മ സാറിൻ്റെയും വിശേഷങ്ങളിലേക്കാണ്. പോകാം. ഇന്ന് വന്നിരിക്കുന്ന നവലോക് അക്കാദമിയിലേക്കാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് മാനേജിംഗ് ഡയറക്ടർ അപർണ മാമിനും സലീഷ് ശർമ്മ സാറിനെയാണ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത് നവലോക് അക്കാദമി. ഈ നവലോക് അക്കാദമി എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? നമ്മൾ വിദ്യാർത്ഥികളെയാണ് ട്രെയിൻ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പോൾ ജോലി എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് കുട്ടികളെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിനാണ് നവലോകത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പുതിയൊരു ലോകം. യെസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നവലോക് അക്കാദമിയിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്? അതായത് ലോജിസ്റ്റിക് ആണ്, അതിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഓക്കെ, നവലോക് അക്കാദമി ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. നമ്മൾ 3 പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ ഡിഗ്രി റിസൾട്ട് അവൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. നമ്മൾ ഈ 2 പ്രോഗ്രാമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മുടെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കുട്ടികൾ വന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഇപ്പോൾ എന്തുകൊണ്ട് നവലോക് അക്കാദമി സെലക്ട് ചെയ്യണം? ഇവിടെ ഒരുപാട് അക്കാദമീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യലൈസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ അവരുടെ ഒരു ജോലി സ്വന്തമാക്കണം, അവരുടെ ഭാവി സുരക്ഷിതമാക്കണം എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ ഓരോ കുട്ടികളും പാരൻസും അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പണം കണ്ടെത്തി ഇതുപോലെ നമ്മളെപ്പോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വരുന്നുണ്ടാവുക. അത് പൈസ ഉണ്ടായിട്ട് ആവണമെന്നില്ല, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും, പക്ഷേ വളരെ ഉയർന്ന മാർക്ക് മേടിച്ചവരായിരിക്കണമെന്നില്ല. അപ്പം ഞങ്ങൾ നോക്കുന്ന അവർ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓരോ തുകയ്ക്കും കൃത്യമായ നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 100% ഓരോ കുട്ടികൾക്കും ജോലി ഉറപ്പാക്കുക എന്നുള്ളതാണ്. നവലോക് അക്കാദമിയിൽ പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. വെറുതെ വാക്കുകൊണ്ട് പറയുകയല്ല, റൈറ്റിംഗിൽ എഴുതി കൊടുക്കുന്നു. 100% ജോബ് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ 100% ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് പറ്റുന്നത്? ഓക്കെ, നവലോക് അക്കാദമിനെ സംബന്ധിച്ച് നമുക്ക് കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള കുട്ടികളാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന സ്റ്റുഡൻസിനെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലിബർ ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഫിറ്റ് ചെയ്ത മേഖല ഏതാണെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ലീഡിങ് ഷിപ്പിംഗ് കമ്പനീസ് തൊട്ട് ലീഡിങ് ലോജിസ്റ്റിക്സ് കമ്പനീസിൽ വരെ നമ്മൾ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വെച്ച് ഞങ്ങൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് ആ കുട്ടിയെ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് വരുന്നത്. അതിൽ റെസ്യൂം റൈറ്റിംഗ് തൊട്ട് ആ കുട്ടി പ്ലേസ്മെൻ്റ് ആയി ഒരു 3 to 6 months വരെ ആ കുട്ടിയുടെ കരിയറിൽ വരുന്ന ചേഞ്ചസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണിത് 100% പ്ലേസ്മെൻറ്റ്സിലോട്ട് എത്തുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിവിടെ വരുന്ന സ്റ്റുഡൻസിന്, അതായത് ഒരു പേയ്മെൻറ്റ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ കുട്ടികളെ എടുക്കുന്നതെന്നുള്ളത്. കാരണം അവരെ കഴിവ്, അല്ലെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടും കൂടി ഒരു കൈത്താക്കായിട്ട് നവലോക് നിൽക്കാറുണ്ടെന്ന്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ അടുത്ത് വരുന്ന കുട്ടികൾ പല അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഫാമിലിയോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഡ്രൈവ് നടക്കുന്ന സമയത്താണ് ഒരു നല്ല തുക കുട്ടി അടയ്ക്കാനുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ചേ പറ്റുമെന്ന് നമ്മൾ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് അവരുടെ ഫാദർ NRI ആണ്,
കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. മദറാണെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കുറച്ച് ട്രീറ്റ്മെൻറ്റുമായിട്ട് പോകുന്നു. അപ്പോൾ മദറിൽ അവസാനം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പ്ലേസ്മെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് കയറ്റി വിടുകയാണെങ്കിൽ അവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യമെങ്കിലും നോക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ചിന്തിപ്പിച്ച കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നവലോക അക്കാഡമിയുടെ മാനേജ്മെൻറ്റ് ഒരു തീരുമാനമെടുത്തു. എല്ലാ അധ്യയന വർഷവും ഒരു സ്റ്റുഡൻറ്റിനെ 100% സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കുക, ഒരു തുക പോലും അവരിൽ നിന്ന് മേടിക്കാതെ പഠിപ്പിക്കുക എന്നൊരു പോളിസി നമ്മളെടുത്തു. അതിൽ എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റില്ല, പക്ഷേ ഒരാളിലേക്കെങ്കിലും നമ്മളെ ആ ഒരു സഹായം എത്തുക എന്നുള്ളത് വളരെ പബ്ലിക്കിനെ കൊടുക്കുന്ന നല്ല മെസ്സേജാണ് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഇപ്പം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ പലരുടെയും ധാരണ ഇത് മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, ഇതിലും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ജോലികളാണ് കൂടുതലും വരുന്നത്. അപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വുമൺ എംപവർമെൻ്റ് ആയിട്ട് പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതികളൊക്കെ നൽകുന്നത്. ഓക്കെ, ആക്ച്വലി പെൺകുട്ടികൾ വരുന്നത് കുറവാണോ ഈ ഒരു ഇതിലേക്ക്, ലോജിസ്റ്റിക്സിലേക്ക് കുട്ടികൾ വരുന്നത് കുറവാണോ? പൊതുവെ ഒരു ധാരണയുണ്ട് ലോജിസ്റ്റിക്സിലേക്ക് പെൺകുട്ടികൾ വരില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഞാൻ കാണുന്നില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റി അത്രയും വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എങ്ങനെ അതിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യാമെന്നുള്ളതാണ് നവലോക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദി 2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വൺ ഓഫ് ദി ലീഡിംഗ് ഷിപ്പിംഗ് കമ്പനിയാണ്. സോ അതിൽ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ നമ്മളൊരു ക്രൈറ്റീരിയ എടുത്തു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ഒഴികെ ബാക്കി എല്ലാവരും പെൺകുട്ടികളാണ് പ്ലേസ്ഡ് ആയത്. ഇനി വേറൊരു കമ്പനിയാണ് ഹെൽമൻ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ്, ഇസ് എ ജർമ്മൻ ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിയാണ്. സോ അതിലും നമുക്ക് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് പെൺകുട്ടികളാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസിങ്, ഷിപ്പിംഗ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫ്രൈ ഫോർവേഡിംഗ് വർക്ക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പെൺകുട്ടികളാണ്. ഓക്കെ, അതുപോലെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എയർ കാർഗോ എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നതാണ് എയർ കാർഗോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ കോഴ്സിൽ നമുക്ക് ഈ ട്രെയിനിങ് സെക്ഷൻ ഇൻക്ലൂഡഡ് ആണോ, അതോ നമ്മൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് അത് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല, നമ്മളിതെല്ലാം നമ്മുടെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുട്ടികളെ കുറേ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുക, പരീക്ഷ എഴുതിപ്പിക്കുക, മാർക്ക് മേടിപ്പിക്കുക എന്നൊരു കാര്യമില്ല. അവർക്ക് ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണ അവർക്കുണ്ടാവണം. പ്രാക്ടിക്കലി നമ്മളതൊക്കെ അറിയണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓരോ പേപ്പർ, ഇപ്പോൾ വെയർ ഹൗസിൻ്റെ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയർ ഹൗസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ കൊണ്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട്, എയർ കാർഗോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സ്പേർട്സിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നത് ഇന്ന് എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി യങ്സ്റ്റേഴ്സിന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അവർക്കുള്ള ജോബ് റോൾസ് എന്താണ്, സാലറി പാക്കേജ് എന്താണ്, വർക്കിൻ്റെ നേച്ചർ എന്താണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ ഡൗട്ടുകൾ ഉണ്ടാവും. നമുക്ക് ലോജിസ്റ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ജോലി കിട്ടും, ഇപ്പം ഞാനല്ലെങ്കിൽ അവൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും ആ ഒരു കരിയർ ഗ്രോത്ത്, സാലറി പാക്കേജ്, വർക്കിംഗ് നേച്ചർ, എന്ത് ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, എത്രയൊക്കെ ഷെഡ്യൂൾ, മറ്റേ ജോബ് നേച്ചർ എങ്ങനെയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു സിനാരിയോ നമ്മൾ ഒരു ഡേ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. സോ ഇത്തരത്തിലൊക്കെ തന്നെ ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് എന്താണ് ലോജിസ്റ്റിക്സ്, നമ്മൾ പഠിച്ച ലോജിസ്റ്റിക്സിലേക്കും ഇവരുടെ കൺസെപ്റ്റ് ലോജിസ്റ്റിക്സ് ഇസ് ഡിഫറെൻറ്റ്, ബട്ട് കോഴ്സിലൂടെ ഇവർക്ക് കിട്ടിയ ലോജിസ്റ്റിക്സ് സംതിങ് ഡിഫറെൻറ്റ്. ദെൻ ഇവർ ജോലിയിലേക്ക് കയറുമ്പോൾ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഇസ് ഡിഫറെൻറ്റ്. സോ ഈ 3 മെത്തേഡിനെയും കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് ലോജിസ്റ്റിക്സിലുള്ള ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പ്ലസ് അവർ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി മാൻഡേറ്ററി. നമുക്കിപ്പോൾ പല കമ്പനീസിൻ്റെയും ഫീഡ്ബാക്ക് വരുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്നത് എന്ത് ബാരിയർ ആണോ അതിനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവട്ടെ, കോൺഫിഡൻസ് ലെവൽ ആവട്ടെ, അവരുടെ ഒരു പെർഫോമൻസ് ലെവൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവർ പ്ലേസ്മെന്റ് കൊടുത്താൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, കമ്പനീസിൻ്റെ അടുത്ത് HR ഫീഡ്ബാക്ക് നമ്മൾ എടുക്കും. കാരണം കമ്പനീസും നമുക്ക് ഫ്യൂച്ചറിൽ റീറ്റെയിൻ ചെയ്യേണ്ടതാണ്, നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിപ്പം MSc തൊട്ട് ടിൽ ഏത് കമ്പനിയാണ് അപ് ടു ലാസ്റ്റ് വരുന്നത് ആ കമ്പനി വരെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അതായത് ആക്ച്വലി കുട്ടികൾ 100% സാറ്റിസ്ഫൈഡ് ആവണം, ആക്ച്വലി നവലോക് അക്കാദമി ടീമും അതുപോലെ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പം നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് തരുന്നൊരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഇവിടെ, അതെങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ മൊത്തം ടീം
നമ്മളിപ്പോൾ നവലോക അക്കാദമി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടെയുള്ള ഈച്ച് ആൻഡ് എവറി വൺ പേഴ്സൺ ഓരോരുത്തരും നമുക്ക് തരുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുന്ന സിസ്റ്റം തന്നെ കുട്ടികളെ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കാനൊക്കെ ഉപരി എന്താണ് നവലോക അക്കാദമി അവർക്ക് നൽകാൻ പോകുന്നതെന്ന് വ്യക്തമായ ധാരണ കുട്ടികൾക്കും പാരൻസിനും ഒരുപോലെ ആദ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നോൺ അക്കാഡമിക് സ്റ്റാഫ്സ് ഉണ്ട്. അവർ കുട്ടികളെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്താണ്, എക്സാമിനേഷൻസ് എങ്ങനെയാണ്, ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പല കോളേജുകളിലും കുട്ടികളും കോളേജിൽ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാന പ്രോബ്ലം വരുന്നത് തെറ്റിദ്ധാരണകളാണ്. നമ്മളോട് പറഞ്ഞു ഇതല്ല, അങ്ങനെയുള്ള പല പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഒരു ഓറിയൻറ്റേഷനിലൂടെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പം എത്ര നോളജുള്ള കുട്ടിയാണെങ്കിലും ഒരു റിയൽ ഇൻ്റർവ്യൂ പാനലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ആവാനുള്ള സാധ്യതയുണ്ടാകും. അപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞു, ഓൾറെഡി നമ്മുടെ ടീച്ചേഴ്സ് പലരും ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസാണ്. അവർക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബേസിക് കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അല്ലേ? അപ്പം അതാണ് നമ്മുടെ സക്സസിനൊരു പ്രധാനമായ കാര്യം. അപ്പം ഒരു കുട്ടി, ഒരു +2 കഴിയുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് നവലോക അക്കാദമി ചൂസ് ചെയ്യണം? +2 വരെ നമ്മുടെ മെയിൻ ടാർഗറ്റ് പ്രധാനമായിട്ടും നമ്മൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഞാൻ നോക്കുന്ന മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് കുട്ടികളുടെ ധാരണ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ജോലി വേണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല കുട്ടികളുടെ ധാരണയുണ്ട് ഡിഗ്രി വേണ്ട എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഒരു ജോലിക്ക് കയറണമെങ്കിൽ ഇന്ന് ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞൊരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് അവർ ഡിഗ്രിക്ക് ഈവൻ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിപ്പോലും ജോയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അവരോട് പറയാറുണ്ട്. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ എന്തുകൊണ്ട് നവലോക അക്കാദമി ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളിവിടെ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ അവൻ്റെ ലക്ഷ്യം ഒരു ജോലിയാണ്. ഈ ജോലി നമ്മൾ 100% ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികളോ നവലോക അക്കാദമി എന്തുകൊണ്ട് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഏത് കോഴ്സ് ഇവിടെ ചൂസ് ചെയ്താലും അവർക്ക് 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആണ്. വെറുതെ വായ കൊണ്ട് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് റൈറ്റിങ്ങിൽ തന്നെ നമ്മൾ അഡ്മിഷൻ ടീം അവർക്ക് എഴുതി നമ്മുടെ ലെറ്ററിൽ ഡയറക്ടർ സൈൻ ചെയ്ത ഒരു സീൽ ചെയ്ത ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നത്. 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഇനി പ്ലേസ്ഡ് ആയിട്ടില്ലെങ്കിൽ വാട്ട് എവർ എമൗണ്ട് അവർ പേ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ തന്നെ അവർക്ക് റീഫണ്ട് കിട്ടും. ഫുൾ എമൗണ്ട് അതെ, എത്ര രൂപ അടച്ചിട്ടുണ്ടോ അത് മുഴുവൻ അവർക്ക് തിരികെ കിട്ടും. ജോലി എന്ന നിലയിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയിൽ നമുക്കതൊരു നഷ്ടമായിട്ടല്ലേ വരുന്നത്? നമ്മുടെ അടുത്ത് കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് വരുന്നത് നല്ലൊരു സർവീസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു കരിയർ, അതെ, അവർക്ക് നല്ലൊരു കരിയർ കിട്ടണം, ജോലി കിട്ടണം. അതായത് നമ്മൾ ഒരു പാരൻസ് അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ജോലിയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അത് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ മേടിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ നോൺ ടീച്ചേഴ്സ് സ്റ്റാഫ് ആണെങ്കിലോ അവർക്കൊക്കെ ഒരു അഭിമാനത്തോടെ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കൊരു ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നവലോക അക്കാദമിയെ പറ്റി നമ്മൾ സംസാരിച്ചു. നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ പറ്റി എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത്? അതായത് സാർ ഇവിടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഇതിന് പുറകിൽ? നമ്മളിത് ഈ ഒരു അക്കാദമി തുടങ്ങുമ്പം മറ്റാരെങ്കിലും സപ്പോർട്ട് നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നോ? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിദ്യാഭ്യാസ രംഗത്താണ്, എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ആക്ച്വലി എൻജിനീയറിംഗ് സെക്ടറാണ് എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. പക്ഷേ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറ്റിയ പണിയല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറൊരു തൊഴിൽ രംഗം തേടി പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കരിയറിൽ എനിക്കുണ്ടായിട്ടുള്ളൊരു വീഴ്ച എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ടായിരിക്കാം. നമുക്ക് എന്ത് കോഴ്സ് പഠിക്കണം, എന്ത് ജോലി നേടണം, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് കോളേജുകളിലും ഒരുപാട് കുട്ടികളുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. 2011 ഓൺവേർഡ്സ് ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മലബാർ ഏരിയയിലുള്ള ഒരുപാട് കുട്ടികൾ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ അന്വേഷിച്ച് കാണാറുണ്ട്. കാരണം മലബാർ ഏരിയയിലാണ് ഒരുപാട് NRIs, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന പാരൻസുകളുള്ളത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സാധ്യത മനസ്സിലായിക്കൊണ്ട്
അവർ കുട്ടികളോട് ലോജിസ്റ്റിക്സ് പഠിക്കുമെന്ന് പറയാറുണ്ട്. ഓക്കെ. അന്ന് വിരലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ നമ്മുടെ കൊച്ചിയിലുള്ളൂ. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. പിന്നീട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു സീനിയർ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ഫ്രീഡം വേണമെന്ന് തോന്നി. അങ്ങനെയാണ് നവലോക അക്കാഡമി ബ്രാൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ എന്നെ കൂടാതെ എൻ്റെ ഞങ്ങൾ ഒരു മോളുണ്ട്, കാദംബരി. നല്ല വൈഫിൻ്റെ സെലക്ഷനാണ് പേര്. LKG ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈഫിൻ്റെ സ്വദേശം കണ്ണൂരാണ്. തലശ്ശേരി. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കണ്ണൂർ അല്ലേ? അതെ അതെ അതെ. പിന്നെ മദറുണ്ട് വീട്ടിൽ. മദറും ഓൾറെഡി ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. സൈലൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. അപ്പം നമ്മൾ ഇതിലേക്ക് വരാനുള്ള റീസൺ പറഞ്ഞല്ലോ അല്ലേ? ഈ ഒരു ഡ്രീം നമുക്ക് ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ഡ്രീം ഉണ്ടോ? അതായത് വേറൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം, ഒരു ബിസിനസ് എന്ന നിലയിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു അക്കാദമിയാണ്, അതല്ലാതെ എന്തെങ്കിലും സ്വപ്നം നമുക്ക് ഈ ഒരു അടുത്തൊരു ഡ്രീം എന്താണെന്നുള്ളത്? ഞാൻ പറഞ്ഞു, എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. അപ്പോൾ നവലോക അക്കാഡമി തുടങ്ങുമ്പോൾ തന്നെ ഉള്ള ഞങ്ങളുടെ സ്വപ്നമാണ് ലോജിസ്റ്റിക്സ് രംഗത്ത് ഏറ്റവും നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ യുവാക്കളെ സൃഷ്ടിക്കുന്ന, ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലീഡിങ് ക്യാമ്പസായി മാറുക, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസായി മാറുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം. ഇത് തന്നെയാണ് രണ്ടുപേരുടെയും സ്വപ്നം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവലോകമാണ്. അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന പുതിയൊരു ലോകവും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ലോകം. ഓക്കെ, നമ്മളിപ്പോൾ നവലോക അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 years കഴിയുന്നു. ഈ ഒരു നവലോക അക്കാദമിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മൊത്തം നമ്മൾ ക്യാമ്പസിനെ പറ്റി പറഞ്ഞു, നമ്മളിവിടെ പഠിപ്പിക്കുന്ന രീതികളെ പറ്റി പറഞ്ഞു, ഒക്കെ പറഞ്ഞു. ഈ ഒരു ജേണി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അതായത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. എന്തൊക്കെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഒരു സക്സസ് പാത്ത്, ആ ഒരു വഴിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എടുത്തൊരു എഫേർട്ട് ഉണ്ട്, അതെങ്ങനെയായിരുന്നു? നമ്മൾ നവലോക അക്കാദമി തുടങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികളിവിടെ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എങ്ങനെ വിശ്വസിച്ച് കയറും, എങ്ങനെ ജോയിൻ ചെയ്യും? വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നവലോക അക്കാദമിയിൽ ഞങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അവിടെ നമുക്ക് അനുഗ്രഹമായത്, നമ്മൾ നല്ലൊരു സർവീസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് ഉത്തരം നൽകും. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് വേറെ കാര്യമായിട്ടുള്ള ഗൂഗിൾ റിവ്യൂസോ നൽകാനുള്ള സ്റ്റുഡൻസ് ഒന്നുമില്ല. പക്ഷേ വളരെ അനുഗ്രഹമായിട്ട് കാര്യം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ പ്ലേസ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ അതിനെക്കുറിച്ച് കമൻറ്റ്സ് എഴുതുന്നുണ്ടായി. ഇപ്പം മേഡമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു കരിയറിലേക്ക് എത്തിച്ചത് എന്നുള്ളതും, അതുപോലെ ആ കുട്ടികളുടെ റെഫറൻസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യമായിട്ടുള്ള സപ്പോർട്ട് അതിനകത്തുണ്ട്. ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂസ് നമുക്ക് പോകുന്നുണ്ടല്ലേ? അവരുടെ മാത്രമല്ല, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ട്. അതായത് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടികളെ പഠിപ്പിച്ചു, ജോലി കൊടുത്തു, അവരുടെ ബന്ധം അവിടെ അവസാനിക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം കൂടിയാണ്. നമുക്ക് ഒരു വലിയൊരു ചെയിൻ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. കാരണം ഏതൊരു ഡിസ്ട്രിക്റ്റിൽ നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു കൺട്രീസിൽ നോക്കിയാലും എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? നമ്മൾ എവിടെ ചെന്നാലും നമ്മൾക്കൊരു ബന്ധമുണ്ട് അവരായിട്ട്, നവലോക അക്കാദമിയായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാവരും ഇപ്പം പഠിച്ചിറങ്ങുന്ന, ഇപ്പം 10th or +2, 10th കൂട്ടുന്നില്ല, +2 കഴിയുന്ന കുട്ടികളെല്ലാം തന്നെ ചൂസ് ചെയ്യുന്നത് പുറത്ത് പോകണം, എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അപ്പോൾ അതുപോലൊരു കുട്ടി നമ്മുടെ ഇവിടെ വന്നൊരു എൻക്വയറി നടത്തുവാണെങ്കിൽ നമ്മൾ എന്താണ് ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കുന്നൊരു അഡ്വൈസ്? അതായത് നമുക്ക് ഇവിടെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതോ നമ്മൾ അതർ കൺട്രീസിൽ പോകേണ്ട ആവശ്യമായിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ്? നമ്മുടെ കുട്ടികളുടെ ഒരു പൊതുവായ ധാരണയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം, നമ്മുടെ നാട് കൊള്ളില്ല, അപ്പുറം ഇരിക്കുന്ന ആൾക്കാർ നല്ലതാണ്, എപ്പോഴും നമ്മുടെ കമ്പാരിസൺ കൂടുതലാണ്.
അപ്പോൾ വിദേശത്ത് പോകുന്നതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന പല കലാലയങ്ങളും ഇന്ന് അടച്ചുപൂട്ടൽ അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. പഠിക്കാനായിട്ട് കുട്ടികളില്ല. കാരണം മേഡം നേരത്തെ പറഞ്ഞ പോലെ 10th കഴിഞ്ഞവരും +2 കഴിഞ്ഞവരും ഒക്കെ തന്നെ ഉടനെ തന്നെ ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു ഡിഗ്രി വരെയെങ്കിലും ഒരു പഠനത്തിന് ശേഷമോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചൊരു ജോലി കണ്ടെത്തി ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ വിദേശത്തേക്കൊക്കെ പോകുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ കരിയറൊന്നും നല്ല രീതിയിൽ സെറ്റിൽ ആവുന്നതല്ല. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ആരും പഠിക്കുന്നില്ല. കുറേ ആൾക്കാർ പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളോട് പറയാനുള്ള അഡ്വൈസ്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള തൊഴിലവസരങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ലോജിസ്റ്റിക്സ് പോലുള്ള പുതിയ തൊഴിലവസരങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അത്തരം തൊഴിൽ സാധ്യതയെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വിദേശത്തൊന്നും പോകാതെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം അവിടെ കിട്ടുകയും നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കണ്ടെത്താൻ സാധിക്കുകയും അതിനുശേഷം താല്പര്യമുള്ളവർക്ക് ആ എക്സ്പീരിയൻസുമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, MSC എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് അവരുടെ ആസ്ഥാനം. ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ ഓഫീസ് ഓപ്പറേഷൻസ് ഇപ്പം കേരളത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇവിടെ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചിയിൽ അല്ലെങ്കിൽ ഇപ്പം വല്ലാർപാടം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഓഫീസ് വന്നിരിക്കുന്നത് കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിലാണ്. പലരുടെയും ധാരണ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജോബ് അറ്റ്മോസ്ഫിയർ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിയിൽ ഇവരുടെ ഓഫീസ് വന്നിട്ടുണ്ട്. അത് ഇൻഫോ പാർക്കിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ ജോബ് അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ്. ഈ ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇപ്പം ആക്ച്വലി നമ്മൾ ഇവിടെ വരുന്ന കുട്ടികളുടെ അടുത്ത് നമ്മളത് സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നല്ലൊരു ഇത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അവസരങ്ങളും പുറത്ത് പോകുമ്പോൾ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ നമ്മളൊരു ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് ഇത്ര നാളത്തെ ഒരു പ്രവൃത്തി പരിചയമുണ്ട്. കേരളത്തിൽ ഒരുപാട് ക്യാമ്പസുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പല ക്യാമ്പസുകളിലും നമ്മൾ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്താണെന്നും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട് നമ്മുടെ ടീം തന്നെ. ഓക്കെ, അതുപോലെ നമ്മളിപ്പം കാലിക്കറ്റ് പുതിയ ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത്? കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു പുതിയ ബ്രാഞ്ചും കൂടി നമ്മൾ കാലിക്കറ്റ് ചൂസ് ചെയ്യാനുള്ളൊരു കാര്യം. അതായത് നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട്, അതുപോലെ പല സ്ഥലങ്ങളുണ്ട്. അപ്പം കാലിക്കറ്റ് എന്നൊരു സ്ഥലത്തേക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് കാലിക്കറ്റ് മതി എന്ന് തോന്നാനുള്ള കാരണം എന്താ? ഞാനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നവലോക അക്കാദമി എന്തുകൊണ്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പം മലബാറിൽ നിന്നും ഒക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കൊച്ചിയിൽ, മലബാറിൽ എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു ബിസിനസ് സെൻ്ററാണ് കൊച്ചി. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് കളമശ്ശേരി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് പലരുടെയും പാരൻസിന് പേടിയാണ് അവരുടെ മക്കളെ കൊച്ചിയിലേക്ക് വിടാനൊക്കെ ആയിട്ട്. നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പല പാരൻസിനെയും വറിയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ മലബാറിൽ ഇത്തരം സർവീസ് തുടങ്ങിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന നിലയ്ക്കാണ്, അതായത് നമ്മളുടെ വിദ്യാർത്ഥികളും പാരൻസുമാണ് നമ്മളുടെ കസ്റ്റമർ എന്ന് പറയുന്നത്. അവരുടെ ഒരു ആവശ്യം എന്ന നിലയ്ക്ക് ഡിമാൻഡ് വന്നപ്പോഴാണ് നമ്മൾ മലബാറിൽ കാലിക്കറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ണൂർ ഭാഗത്തും അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തും വയനാട് ഭാഗത്തും ഒക്കെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും എത്തിച്ചേരാൻ പറ്റുന്ന സിറ്റിയാണ്. പിന്നെ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സുകളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് കാലിക്കറ്റ് ടൗൺ തന്നെയാണോ? കാലിക്കറ്റ് നടക്കാവ് അടുത്തായിട്ടാണ് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ ഇന്ന് അപർണ മാമും സലീഷ് ശർമ്മ സാറും ഒരുപാട് വിശേഷങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. നമ്മുടെ നവലോക് അക്കാദമിയെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിന്. താങ്ക് യു സോ മച്ച്. മറ്റൊരു സക്സസ് പാത്തുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.